തിരുപ്പിറവി ആഘോഷത്തിന്റെ നിറവിലാണ് ഗൾഫിലെ ക്രിസ്തുമത ദേവാലയങ്ങൾ. വിവിധ രാജ്യക്കാർ ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നതാണ് ദുബൈയിലെ പ്രത്യേകത. 20 ഭാഷകളിൽ വരെ കുർബാന നടക്കുന്ന ദേവാലയങ്ങളുണ്ട് യുഎഇയിൽ. ക്രിസ്മസ് വിശേഷങ്ങൾ നൽകാനായി ദുബൈയിലെ സെയിന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, കേരളത്തിൽ പലയിടത്തും പതിന കുർബാനയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ, വിവരങ്ങൾ? അമൃത, വലിയ ആമോദത്തോടു കൂടിയാണ് ഗൾഫിലെ ക്രിസ്തുമത വിശ്വാസികളും തിരുപ്പിറവിയെ വരവേൽക്കുന്നത്. ഇന്ന് വൈകുന്നേരം മുതൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിലെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു, അതുപോലെ രാത്രി പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇപ്പോൾ വിശുദ്ധ കുർബാന പുരോഗമിക്കുകയാണ്. യുഎഇയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GCCയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത ദേവാലയങ്ങളുള്ള ഒരു രാജ്യമാണ്. ഏകദേശം 70 വലിയ ദേവാലയങ്ങളും ചെറിയ ദേവാലയങ്ങളും അടക്കം ഏകദേശം 100-ലധികം ദേവാലയങ്ങളുള്ള ഒരു രാജ്യമാണ് UAE. ഇവിടെ പല ഭാഷകളിലാണ് പല ദേവാലയങ്ങളിലും ഈ വിശുദ്ധ കുർബാന നടക്കുക. നമുക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു സെന്റ് മേരീസ് ചർച്ചിൽ ഇന്ന് 20 ഭാഷകളിൽ കുർബാന നടക്കും. അവിടെ പല രാജ്യങ്ങളിലുള്ളവർ ഒത്തുചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നുള്ളത്. നമ്മളിപ്പോഴുള്ള സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഒത്തുചേരുന്നത്. ഇവിടുത്തെ ചടങ്ങുകൾ എന്താണ് എന്നൊക്കെ വിശദീകരിക്കാനായി ഇതിൻ്റെ ഭാരവാഹികൾ നമ്മോടൊപ്പം ഉണ്ട്. പോൾ വർഗീസ്, എന്തൊക്കെയാണ് ഇന്ന് ഇവിടുത്തെ ചടങ്ങുകൾ? ഇത് എത്ര നേരം നീണ്ടു നിൽക്കും? ഡിസംബർ 1 തുടങ്ങിയ നോയമ്പിന് പരിസമാപ്തി കുറിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുദ്ഘോഷിച്ച ആ സമാധാനമാണ് ഇവിടെ ഇന്ന് ഉദ്ഘോഷിക്കപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25 ദിവസത്തെ നോയമ്പിൻ്റെ പരിസമാപ്തിയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഇവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിച്ചു. 6 മണിക്ക് സന്ധ്യ നമസ്കാരം, അതിനെ തുടർന്ന് രാത്രി നമസ്കാരം, അതിനെ തുടർന്ന് ഇവിടെ തീജ്വാല ശുശ്രൂഷ, അതിനുശേഷം നടക്കുന്ന വിശുദ്ധ കുർബാനയാണ് ഇപ്പോൾ നടക്കുന്നത്. തുമ്പം അഭിവന്യ ഡോക്ടർ എബ്രഹാം ആർ സെറാഫിം മെത്രാപ്പൊലീത്ത തിരുമേനിയാണ് ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ദുബായ് സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക വികാരി അജു എബ്രഹാം അച്ഛനും സഹവികാരി ചെറിയൻ ജോസഫ് അച്ഛനും സഹകാർമ്മികരായിട്ട് ഈ ശുശ്രൂഷകളിൽ നേതൃത്വം നൽകുന്നുണ്ട്. ഈ ദുബായ് പ്രദേശത്തെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഗൾഫിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയങ്ങളിലൊന്നാണ് ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ. നിരവധി ആയിരക്കണക്കിന് ആളുകളാണ് ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. വളരെയധികം ഒരുക്കങ്ങളാണ് ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി ഇവിടെ നടത്തിയത്. നിങ്ങൾക്ക് ഈ പുറയിൽ കാണുന്നത് പോലെ വളരെ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരു വലിയ മനോഹരമായ പുൽക്കൂട്, വളരെ ദിവസത്തെ ചെറുപ്പക്കാരുടെ അധ്വാനമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏതാണ്ട് ഒരു 10-11 മണിയോടുകൂടി ഈ ശുശ്രൂഷ ഇവിടെ സമാപിക്കും. അതിനെ തുടർന്ന് എല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് കേക്കും വിതരണം ചെയ്തു. അതോടുകൂടിയായിരിക്കും ശുശ്രൂഷകൾ സമാപിക്കുന്നത്. അതിനെ തുടർന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സ്, നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ക്രിസ്മസ് കാരൾ ഇവിടെ ഉണ്ടാകും. ഏതാണ്ട് ഒരു 11-11:30 വരെയൊക്കെ ഈ ചടങ്ങുകൾ നീണ്ടു നിൽക്കും. ഈ 1 തീയതി മുതൽ തന്നെ എല്ലാ ഭവനങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ ആളുകൾ കൂട്ടമായിട്ട് നാട്ടിലെ പോലെ തന്നെ ക്രിസ്മസ് കാരളുകൾ ഓരോ വീടുകളിൽ സന്ദർശിച്ച് ക്രിസ്മസിന്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചിരുന്നു. UAEയിൽ ഇപ്പം നാളെ വർക്കിംഗ് ഡേ ആണല്ലോ, അപ്പോൾ അത് ആഘോഷത്തെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ? ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നുള്ളതാണ് ഇവിടെയൊക്കെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഈ ജനസഞ്ചയത്തെ കാണുമ്പോൾ മനസ്സിലാകുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും UAEയിലെ ഒരു പ്രത്യേകത അനുസരിച്ച് നിരവധി സ്ഥാപനങ്ങൾ അവർ നാളെ ഒരു അൺഒഫീഷ്യൽ ഓഫ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം ആളുകൾ ഉച്ചവരെയൊക്കെ ജോലിക്ക് പോവുകയും അങ്ങനെയൊക്കെ അവരുടെ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മളുടെ ആഘോഷ പരിപാടികൾ, ചടങ്ങുകളൊക്കെ ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കുകയാണ്. മറ്റു പലയിടങ്ങളിലും നാളെ രാവിലെയും ചടങ്ങുകൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ഓർത്തഡോക്സ് സഭയാണ്. ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം അനുസരിച്ച് തലേ ദിവസം പിറ്റേ ദിവസത്തെ ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം കൊണ്ട്, ഇന്ന് രാത്രി കൊണ്ട് നമ്മുടെ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരാധനകളെല്ലാം ഇന്നുകൊണ്ട് അവസാനിക്കും. പക്ഷേ മറ്റു പല സഭകളിലും നാളെ വൈകുന്നേരം വരെയും മറ്റന്നാൾ വരെയും ഒക്കെ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷകളുണ്ട് മറ്റു പല സഭകളിലും. ഇനി ഇവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് യുവാക്കളുടെ കരോള് കൂടി കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളവർ. ഏറ്റവും കൂടുതൽ മലയാളികൾ സംഗമിക്കുന്ന ഒരു ചർച്ച് കൂടിയാണ് ഈ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച്. ഇവിടെ ക്രിസ്മസിൻ്റെ ചടങ്ങുകളും ആഘോഷ പരിപാടികളും പുരോഗമിക്കുകയാണ്. അമൃത.